Hi guys, welcome to TECHIBOY. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൾസർ 150 180 220 ലൊക്കെ നമ്മളെ ഫ്രണ്ട് എങ്ങനെ പൊന്തിക്കാം, അതായത് വേറെ ഒന്നും വെച്ചിട്ടില്ല, ഇതിന്റെ അകത്ത് ഷോക്കിന്റെ അകത്ത് തന്നെ എങ്ങനെ പൊന്തിക്കാന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഷോക്കിന്റെ ഈ പീസ് നമുക്ക് ഇത്രത്തോളം ഹാൻഡിന്റെ ഉള്ളിലോട്ട് പൊന്തിയിട്ടുണ്ടാവും. അത് നമുക്ക് അല്ലെങ്കിൽ സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് ഫ്രണ്ട് മാത്രം ഒന്ന് നമുക്ക് പൊന്തിക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഏതൊക്കെ സ്ക്രൂ അയക്കണമെന്ന് വെച്ചാൽ ഏതൊക്കെ എല്ലെങ്കിൽ അയക്കണം. ഇത് ഈ ഹാൻഡിലിൻ്റെ കൂടെ വന്ന 2 എല്ലെങ്കിൽ, പിന്നെ ഇതോ ഇവിടെ ഷോക്കിൻ്റെ മേലെ ടൈറ്റാക്കണ ഒരു എല്ലെങ്കിൽ സ്ക്രൂ ഉണ്ട്. പിന്നെ ഇതോ ഇവിടെ അടിയിലും എല്ലെങ്കിൽ ഉണ്ട്. ഇതോ കളത്തി കണ്ടോന്നറിയില്ല, ഇതേ ഇവിടെ കളത്തി ഇവിടെ ആയിട്ട് ഇതോ 2 സ്ക്രൂ നട്ടും ഉണ്ട്. ആ 2 നട്ടും മേലത്തും താഴത്തും നട്ട് ലൂസാക്കിയിട്ട് നമുക്ക് പൊന്തിക്കാം. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ആദ്യം ഹാൻഡിലിൻ്റെ 2 അല്ലെങ്കിൽ ലൂസാക്കാം. ഞാൻ ഒന്ന് ടൈറ്റ് ലൂസാക്കി വെച്ചതാണ്, നല്ല ടൈറ്റായിരിക്കും, അത് ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ ലൂസാക്കി വെച്ചതാണ്. ഈ എല്ലിക്ക് സ്ക്രൂസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹാൻഡിൽ ഇവിടുന്ന് പതിയെ ലൂസായി വരും. പിന്നെ നമുക്ക് അടുത്ത ലൂസാക്കാനുള്ളത് ഇവിടുത്തെ ഈ എല്ലിങ്കയാണ്. ഇതും പിന്നെ അപ്പുറത്തുള്ള ഇതേപോലെ തന്നെയുള്ള എല്ലെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ലൂസാക്കാം. ഈ അല്ലെങ്കിൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ലൂസാക്കി വെച്ചതാണ്, നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് ലൂസാക്കാം. ഇത് ഫുള്ള് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി ഇങ്ങനെ വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അല്ലെങ്കിൽ സ്ക്രൂ നമുക്കങ്ങനെ ലൂസാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിരുന്നാൽ മതി. പിന്നെ നമുക്ക് ലൂസാക്കാനുള്ളത് അടിയിലത്തെ നട്ടാണ്. നമ്മളെ ഈ ഷോക്കിൻ്റെ പൈപ്പിൻ്റെ അടിയിലത്തെ നട്ട്. അപ്പോൾ നമുക്ക് അയക്കാൻ അടിയിലത്തെ നെട്ട് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. നമുക്ക് അടിയിൽ അയക്കാനുള്ള നെട്ട് നമുക്കതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൂസാക്കി വെച്ചതാണ്. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, 2 ഭാഗത്തെ അപ്പം ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഫുള്ള് ലൂസാക്കി ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്ര മതിയാവും. ഞാൻ ഇത് പൊന്തിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഒരു പീസ് മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് വെച്ചത്. അല്ലെങ്കിൽ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഗ്രൗണ്ട് ഒരേ ലെവലായാണ്, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ താവില്ല. അപ്പോൾ ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കിൽ പൊന്തിക്കും, ബാക്ക് താത്തിയിട്ട് ഫ്രണ്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് താവും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതോ ഇപ്പോൾ ബാക്കിൽ നിന്ന് അമർത്തിക്കഴിഞ്ഞാൽ താഴോട്ട് താവും, അപ്പോൾ ഫ്രണ്ട് പൊന്തും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പോയാണ്ടോ ഷോക്ക്, അതേപോലെ നമുക്ക് വേണ്ട ലെവലിൽ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാക്ക് താത്തിയുണ്ട്, ഫ്രണ്ട് പൊന്തിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇതേ ലെവലിൽ നമ്മൾ ഏത് അളവിലാണ് ഷോക്ക് വേണ്ടത് കറക്റ്റ് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഈ മേലത്തെ അല്ലെങ്കിൽ നട്ട് നമുക്ക് 2 ഭാഗത്തെ ഒന്ന് തിരിച്ച് ടൈറ്റ് ചെയ്താൽ മതി. അതായത് കറക്റ്റ് ഈ ഒരു ലെവലിൽ വെച്ചാൽ മതി, അധികം പൊന്തിക്കണ്ട. അപ്പോൾ തന്നെ നമ്മളെ 2 ഭാഗം ഏകദേശം അവിടെ പിടിച്ചു നോരും. ഇപ്പോൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ കൊണ്ട് ടൈറ്റ് ചെയ്യണം. ഈ ലെവലിൽ കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോക്ക് എത്ര പൊന്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണില്ലേ, ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പൊന്തിയത്. അത് നമ്മളൊരു സാധനം വാങ്ങിക്കാണ്ട് നമ്മൾ അത്രയും പൊന്തിച്ചില്ലേ, അതിനൊരു വലിയൊരു കാര്യമാണ്. ഇതോ അടിയിലത്തെ ഭാഗത്തും കാണിച്ചു തരാം. ഇതോ ഇത്ര ഭാഗമാണ് നമ്മൾ ബൈക്ക് പൊന്തിച്ചേക്കണത്. ഇപ്പോൾ ഇനി ഇത് ഫുള്ള് ഹാൻഡിലെല്ലാം റീസെറ്റ് ചെയ്തായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഹൈറ്റ് പൊന്തിച്ചത്, കണ്ടില്ലേ. നമ്മൾ പലകൊന്നും വെക്കാണ്ട് സെൻറ്റർ സ്റ്റാൻഡിലിട്ടപ്പോൾ 2 വീലും താഴെ ഫ്രണ്ടും ബാക്കും താഴെ മണ്ണിൽ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഹൈറ്റ് കൂടുതലായിട്ട്
കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ എത്ര കൂടിയെന്ന് വെച്ചാൽ ഒരു ഇഞ്ചോളം കൂടിയിട്ടുണ്ട്. അതെ, ഇവിടെ കണ്ടോ, പാട് കണ്ടോ, 1 ഇഞ്ചോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കൂട്ടാൻ പോണ ആൾക്കാർ ജസ്റ്റ് ഇതും കൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ള ആക്സസറീസ് വെച്ചിട്ട് ഹൈറ്റ് കൂട്ടി നോക്ക്. ചിലപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ അല്ലേ അതും കൂടെ ഒന്ന് ഇടിച്ചു പൊടിക്കുക. ഓക്കെ.